ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഹിന്ദി പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററുകളാണ് പഠിച്ചിരുന്നത്. ഒന്നാമത്തത് ബീർ ബഹുട്ടി, പിന്നെ രണ്ടാമതായിട്ട് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ ടൂട്ടാ പഹിയ. ഓക്കെ, ഈ ടൂട്ടാ പഹിയ എന്നുള്ള കവിത നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്സപ്പിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അയാം കലാം കെ ബഹാനെ എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. ഇവിടെ അയാം കലാം എന്ന് പറഞ്ഞത് ഒരു സിനിമയുടെ പേരാണ്. അപ്പോൾ അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞാൽ അയാം കലാം എന്ന സിനിമയെ പോലെ അല്ലെങ്കിൽ സിനിമ എന്ന വ്യാജേന എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ യൂണിറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാണാം, യൂണിറ്റിൻ്റെ അകത്ത് ഒരു നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ചിത്രവും ഒരു കുട്ടി സ്വപ്നം കാണുന്നതൊക്കെ നമുക്കവിടെ കാണാം. അതിന് താഴെ എഴുതിയിട്ടുണ്ട് ഹർ കല പ്രകൃതി കി നകൽ. ഓരോ കലയും പ്രകൃതിയുടെ പകർത്തലാണ്, പ്രകൃതിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഓരോ കലകളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത് 2 പാർട്ടുകളായിട്ടാണ് ഈ പാഠഭാഗം വരുന്നത്. ഒന്ന്, ഇത് എഴുതിയിട്ടുള്ളത് അയാം കലാം കെ ബഹാനെ എന്നുള്ള പാഠഭാഗം ഇതൊരു ഫിലിമി ലേഖനമാണ്, ഒരു സിനിമ ലേഖനമായിട്ടാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് മിഹിർ എന്ന് പറഞ്ഞ കവിയാണ്. മിഹിർ പാണ്ഡെ എന്നാണ് മുഴുവൻ പേര്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും രണ്ടാമത്തത് അദ്ദേഹം കണ്ട അയാം കലാം എന്ന സിനിമയുടെ കുറച്ച് ഭാഗവുമാണ് ഇവിടെ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ആദ്യം പറഞ്ഞിട്ട് പിന്നീട് അയാം കലാം എന്നുള്ള സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് തന്നെ വ്യക്തമാവും. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ഈ സിനിമയിലെ കഥാസന്ദർഭവും ഒക്കെ ഏകദേശം സമാനതകളുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഭാഗവും ഇതിൽ ഈ അയാം കലാം കെ ബഹാനെ എന്നുള്ള പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് മിഹിർ പാണ്ഡെയുടെ ലേഖകന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. अयाम कलाम के बहाने फिल्मी लेख मिहिर. ओके, गांव के स्कूल में मेरा एक साथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर जी तिवारी जी को लुक का मतलब और सही हिस्से पूछ जाने पर बताया था एक LOO के लुक यानी लुक के देखना. ഇവിടെ പിന്നെ അദ്ദേഹം തന്റെ കുട്ടിക്കാലം പറയാണ് മിഹിർ. ഗാവ് കെ സ്കൂൾ മേ മേര സാത്തി ദ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിലെ എൻ്റെ സാത്തി, എൻ്റെ കൂട്ടുകാരനായിരുന്നു മോർപാൽ. ഓരോരുത്തർക്കും അവർക്ക് വേണ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സുകളുണ്ടാവും. ഇവിടെ മിഹിറിന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരനാണ് മോർപാൽ. വഹി മോർപാൽ ജിസ്നെ एक बार हमारे अंग्रेजी के मास्टर जी तिवारी जी को लुक का मतलब और सही हिस्से पूछ जाने पर. ഒരിക്കൽ ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള തിവാരിജി ലുക്ക് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് അവനോട് പറയാൻ പറഞ്ഞപ്പോൾ പോർ ബത്തായ, അപ്പോൾ അവൻ പറയാണ് LOOK. ഓക്കെ, ലുക്ക് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് അവൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഈ ലുക്ക് യാനി ലുക്ക് കെ ദേഖ്ന, ലുക്ക് എന്നുള്ളതിൻ്റെ അർത്ഥവും അവൻ പറഞ്ഞു. ദേഖ്ന നോക്കുക എന്നുള്ള അർത്ഥവും അവൻ പറഞ്ഞു കൊടുക്കാണ്. അവനോട് സ്പെല്ലിംഗ് മാത്രമാണ് ചോദിച്ചത്, പക്ഷെ അവൻ അത് രണ്ടും പറഞ്ഞെടുത്തു. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह में भी साथ थी. नाम के पहला अक्षर मिलने की वजह से എന്ന് പറഞ്ഞാൽ പേരിന്റെ ആദ്യാക്ഷരം ഒരേപോലെ ആയത് കാരണം മിഹിർ മോർപാൽ രണ്ടിലും M ആണ്. അങ്ങനെ ആയത് കാരണം ക്ലാസ് കി ദരിപ്പട്ടി പർ, ക്ലാസ്സിലെ ദരിപ്പട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പരവതാനി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സായ ഒരു ഷീറ്റ് പോലെ വിരിച്ചിട്ടുള്ള, അന്ന് ബെഞ്ചും ഡെസ്കും സ്റ്റൂളൊന്നുമില്ല. അപ്പോൾ ആ പരവതാനിയിൽ ഹമാരി ബൈറ്റ്നിക്ക് ജമേ സാത്തി, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇരുന്നത് ക്ലാസ്സിൽ. കാരണം എന്താ, നാം കെ പഹലെ അക്ഷർ ഏക് ഹി ഓനെ സേ വജെ. ഓക്കെ, വഹി മോർപാൽ ജിസ്കി മേരെ खाने की डिब्बे में राजमा देखते ही पांचें खिल जाती है.
ആ മോർപാലിന് ഞാൻ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണത്തിന് കൊണ്ടുവന്നിരുന്ന രാജ്മ എന്നുള്ള കറി കാണുന്ന സമയത്ത് അവന് ഭയങ്കര സന്തോഷം. ബാഞ്ചേം ഗിൽ ജാത്തി എന്നാണ് അവന് വല്ലാത്ത സന്തോഷവാനാവുമായിരുന്നു. ആ സമയത്ത് എൻ്റെ പാത്രത്തിൽ ഈ രാജ്മ എന്നുള്ള കറി, ഇതൊരു പരിപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക കറിയാണ്. ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക കറി രാജ്മ. ഹമാര സൗദാദ ഗേൽ ഗണ്ടി മേ ഗാനയ്ക്ക് അദ്ല ബദലിക്ക. ഞങ്ങൾക്കൊരു ഈ ഇന്റർവെൽ സമയത്ത് ഞങ്ങളൊരു ഹോബിയായിരുന്നു. അതാണ് ഇവിടെ സൗദ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കൊരു ഹോബി ആയിരുന്നു ഇന്റർവെൽ സമയത്ത് ഭക്ഷണങ്ങൾ പരസ്പരം അദ്ല ബദലി എന്ന് പറഞ്ഞാൽ ലേൻ ദേൻ, കൊടുക്കുകയും ചെയ്യുക വാങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം അവന് കൊടുക്കും, അവൻ്റെ ഭക്ഷണം എനിക്കും തരും. അങ്ങനെ അവർ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിരുന്നത്. അതാണ് അദ്ല ബദലി എന്ന് പറഞ്ഞത്. यानी मेरे टिफिन का राजमा चावल उसके और उसके घर से आया बड़ा सा चाच का टिब्बा मेरा. അതായത് അവിടെ വ്യക്തമാക്കി പറയാണ്, എൻ്റെ ടിഫിനിൽ എൻ്റെ പാത്രത്തിലുള്ള രാജ്മ ചാവൽ ഈ പരിപ്പ് കറിയും ചോറും ഉസ്കെ ഔർ ഉസ്കെ ഘർ മേ ആയ ബടാ സ ചാച്ച് ക ടിബ്ബ മേര, അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ കുപ്പി മോരും. ചാച്ച് ക ടിബ്ബ എന്നാണ് മോരിൻ്റെ കുപ്പി. ആ മോരും, ഞാൻ മോര് കുടിക്കും, അവൻ എൻ്റെ പാത്രത്തിലുള്ള ചോറും അതുപോലെ രാജ്മ എന്ന് പറഞ്ഞ കറിയും അവൻ കഴിക്കും. അങ്ങനെ പരസ്പരം ഒരുമിച്ചിരുന്ന് ഇന്റർവെൽ സമയത്തൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഹോബി ഉണ്ടായിരുന്നു. ഉസേ പതാ ഥാ കി ചാച്ച് മേരി കംസോരി. അവനറിയാം ഈ മോര് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. ദൗർബല്യം എന്നൊക്കെ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മോര് എന്ന് അവന് അറിയാം. लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है. ഈ മോർപാലിനെ പരിചയപ്പെടുന്നതിന് മുമ്പേ എന്നെ പോലെ തന്നെ ഈ രാജ്മ എന്നുള്ള കറി മറ്റുള്ളവർക്കും ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുവരെ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിരുന്നില്ല. കാരണം ഈ രാജ്മ എന്നുള്ള കറി മറ്റുള്ള ആളുകൾക്ക് ഇത്രയും ഇഷ്ടമാണ് എന്ന് അറിഞ്ഞ് ഞാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഈ മോർപാലിനെ പരിചയപ്പെട്ടതിന് ശേഷം. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. എൻ്റെ കയ്യിൽ നിന്നാണ് അവൻ ആദ്യമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പാത്രത്തിൽ നിന്നാണ് അവൻ ആദ്യമായിട്ട് ഈ രാജ്മ എന്നുള്ള കറി കാണുന്നത്. അതിനു മുന്നേ അവൻ അങ്ങനെ ഒരു കറി കണ്ടിട്ടേ ഇല്ല. ആര്? മോർപാൽ. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. അവൻ എങ്ങനെയായിരുന്നു സ്കൂളിലേക്ക് വന്നിരുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെ നിന്ന് സൈക്കിൾ ചവിട്ടിയിട്ടാണ് സ്കൂളിലേക്ക് ഈ മോർപാൽ വന്നിരുന്നത്. അപ്പൊ രണ്ടുപേരുടെയും പ്രത്യേകതകൾ, അവരുടെ ഓരോ മാറിപ്പോവരുത്. അവർ ചെയ്ത പ്രവർത്തികളും വിശേഷണമൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ മോർപാൽ 15 കിലോമീറ്റർ ദൂരെ ഗ്രാമത്തിൽ നിന്നാണ് സൈക്കിൾ ചവിട്ടിയിട്ട് സ്കൂളിലേക്ക് വന്നിരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के टिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आते थे. എനിക്ക് ഇന്നും ഒരു കാര്യത്തിൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് കൈസെ വഹ ഉസ് ഛാച്ച് കെ ടിബ്ബെ, എങ്ങനെയാണ് ആ മോര് അവൻ ഈ 15 കിലോമീറ്റർ ബിനാബി ചൽക്കായലിയാത്തത്, ഒരു തുള്ളി പോലും പുറത്തേക്ക് പോവാതെ ഇത്രയും ദൂരത്ത് നിന്ന് അവൻ സ്കൂളിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എന്ന് മോർപാൽ പറയണം. അപ്പൊ ഇവിടെ ഇവരിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒരുമിച്ചാണ്, ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. മോർപാൽ ഏത് ഭക്ഷണമാണ് കൊണ്ടുവന്നത്? മോരാണ് കൊണ്ടുവന്നത്. മിഹിർ രാജ്മ ഔർ ചാവൽ, പരിപ്പ് കറിയും ചാവൽ ചോറും. ഓക്കെ, ഇനി അടുത്ത സംഭവം പറയാണ്. मैं स्कूल जाने में रोया करता, रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. എന്ന് പറഞ്ഞാൽ मैं स्कूल जाने में रोया करता, എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇവിടെ രോയ കർത്താന കരയുമായിരുന്നു എന്നാണ്. സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. रोज नए बहाने बनाया करता, ഞാൻ പല പല കാരണങ്ങൾ ഉണ്ടാക്കും സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി. അതാണ് നയെ ബഹാനെ ബനായ കർത്ത, പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കും. ഔർ ജബ് തേസ് ബാരിഷ് കെ ദിനോമേ, എന്നാൽ ചില സമയത്ത് ശക്തമായ മഴ പെയ്യുന്ന സമയത്ത്, അതാണ്
തേസ് ബാരിഷ് ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനെ സെ സ്കൂളിലെ വഴികളിൽ പിന്നെ സ്കൂളിലേക്ക് പോണ വഴികളിൽ വെള്ളം നിറഞ്ഞിട്ട് ചുട്ടി ഹോ ജായ കർത്ത സ്കൂളിന് അവധി കിട്ടും. ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി. ആ സ്കൂളിന് അവധി കിട്ടും. ആ സമയത്ത് തോ മേ ഘർ പർ നാച്ച കർത്ത ഞാൻ വീട്ടിൽ പോയി ആഘോഷിക്കുമായിരുന്നു. ഇവിടെ നാച്ച കർണ എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വീട്ടിൽ പോയി വളരെ സന്തോഷിക്കുമായിരുന്നു, ആഘോഷിക്കുമായിരുന്നു. എന്ത് കാരണം കൊണ്ട്? സ്കൂൾ ഇല്ലെങ്കിൽ. അപ്പൊ അത്രയും അവന് സ്കൂളിൽ ഇഷ്ടമല്ല. ആർക്ക്? ലേഖകനായ മിഹിറിന്. ഓക്കെ. ലേക്കിൻ മേം സമജ് നെഹിം പാത്താതാക്കി എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇതായിരുന്നു. മോർപാലും അവർ ഉസ്കെ ജൈസെ മേരെ കൈ അവർ സബാടി മോർപാലിനെ പോലെയുള്ള എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കൾ, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. അവർ ഉസ്കെ ജൈസെ മോർപാലിനെ പോലുള്ള എൻ്റെ മറ്റു സുഹൃത്തുക്കളും ബിനാ നാഗ റോസ് സ്കൂൾ ക്യോം ചലെ അത്തേതെ ഒരു പ്രസന്റ് പോലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് സ്കൂളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവർ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമായിരുന്നു. പ്രസന്റൊക്കെ കൃത്യമായിട്ട് അവർക്ക് രേഖപ്പെടുത്തിയിരുന്നു. ഉൻകാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തിന ഗഹരാത അവർക്ക് സ്കൂളിനോടുള്ള സ്നേഹം, പ്രേം ഇവിടെ സ്നേഹം എന്നാണ്, പ്രേം എന്നുള്ളതിന്റെ അർത്ഥം സ്നേഹം ഇത്രയും അധികമായിരുന്നു. അതിനൊരു തെളിവുണ്ട്. എന്താണ് തെളിവ്? കി രവിവാർ കി ചുട്ടി കാ ദിൻ ഉൻകെ ലിയെ ഹഫ്തെ കാ സബ്സെ ബുരാ ദിൻ ഹുവാ കർത്ത. ആ രവിവാർ എന്ന സൺഡേ, ഞായറാഴ്ച പിന്നെ ആഴ്ചയിലെ അവധി ദിവസമാണ് അവർക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസം. അപ്പൊ തന്നെ അവർക്ക് എന്ത് മനസ്സിലാവും? സ്കൂളിനോടുള്ള അവരുടെ ഇഷ്ടം നമുക്ക് അവിടെ മനസ്സിലാവും. അപ്പൊ ഞായറാഴ്ച അവധിയുള്ള ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള ദിനം, ഇഷ്ടമില്ലാത്ത ദിനം. मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिढ़ा करता और उसे पहने हमेशा ठाला करता. ഞാൻ സ്കൂളിൽ ധരിച്ചിരുന്ന നീലയും കാക്കിയും കളറുള്ള യൂണിഫോം ഹമേശ ചിടാ കർത്ത അതെനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ആ യൂണിഫോമിനോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു എന്ന് മിഹിർ. അവർ ഉസ്സെ പഹന ഹമേശ ടാല കർത്ത ഞാൻ പലപ്പോഴും അത് ധരിക്കാതെ എൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് പോയിരുന്നത്. ഞാനത് ധരിക്കാൻ മടി കാട്ടിയിരുന്നു. ടാല കർത്ത സ്കൂൾ യൂണിഫോം ധരിക്കാൻ ഞാൻ മടി കാട്ടിയിരുന്നു. വഹി മോർപാൽ എന്നാൽ മോർപാൽ മുझे जब भी दिखा ഞാൻ എപ്പോൾ അവനെ കാണുമ്പോഴും മുझे जब भी दिखा ഞാൻ ഏത് സമയത്ത് അവനെ കാണുമ്പോഴും ഹമേശ വഹി സ്കൂൾ की യൂണിഫോം പഹനെ ഹി देखा എല്ലാ സമയത്തും അവനെ സ്കൂൾ യൂണിഫോമിലാണ് ഞാൻ കണ്ടിരുന്നത്. അതേ സ്കൂളിലെ സമയത്ത് നിന്ന് മാത്രമല്ല, ഏത് സമയത്തും ഹമേശ എല്ലായ്പ്പോഴും അവനെ ഞാൻ യൂണിഫോമിലായിരുന്നു കണ്ടിരുന്നത്. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूൾ യൂണിഫോം പഹനെ देख मैं ഹൗരാനെ गया था. ഒരിക്കൽ അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു തെരുവിൽ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസേ വഹി നീലി ഖാക്കി സ്കൂൾ യൂണിഫോം പഹനെ ദേഖ് അവൻ ആ കല്യാണത്തിന് വന്നത് എങ്ങനെയാണ്? ആ നീലയും ഖാക്കിയും നിറമുള്ള സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടാണ് അവൻ വന്നിരുന്നത്. ഇത് കണ്ടപ്പോൾ മേ ഹൗരാനേക ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും നല്ല ഡ്രസ്സാണ് ഇടുക. പക്ഷെ അവൻ ഈ മോർപാൽ കല്യാണത്തിന് എങ്ങനെയാണ് വന്നത്? സ്കൂളിൽ ധരിച്ചിരിക്കുന്ന ആ യൂണിഫോം ധരിച്ചിട്ടാണ് അവന് പിന്നെ കല്യാണത്തിന് വന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായി എന്ന് മിഹിർ പറയാം. ഒരു ഭാഗം കൂടി നോക്കുക, മിഹിറിന്റെ കുട്ടിക്കാലത്തിലെ അവസാന ഭാഗം കൂടി നോക്കുക. അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. നോക്കുക. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताया समय को मैं अपने बचपन का सबसे गहरा समय समझा करता. എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം മനസ്സിലായ ഒരു സംഭവമുണ്ട്. അതായത് ജിസ് സ്കൂൾ മേ ബിതായ സമയ കോ മേ അപ്നെ ബച്പൻ കാ സബ്സെ ഗഹരാ സമയ സമझा. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ദിനങ്ങളായി കരുതിയത് സ്കൂളിൽ പോണ ദിവസങ്ങളായിരുന്നു എന്ന് മിഹിർ പറയണം. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും ഇഷ്ടപ്പെടാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞത് സ്കൂളിൽ പോയിരുന്ന ദിവസങ്ങളായിരുന്നു. ഷായദ് വഹി മോർപാൽ കെ ലിയെ ഉസ്കെ ജീവൻ കാ സബ്സെ അച്ഛാ സമയം ഹോതാ. എന്നാൽ ഒരുപക്ഷെ മോർപാലിന് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ സ്കൂളുള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും വ്യത്യാസം മനസ്സിലാക്കണം. മിഹിറിന് തൻ്റെ കുട്ടിക്കാലത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോയിരുന്ന ദിവസങ്ങളാണെങ്കിൽ, മോർപാലിന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങൾ എന്ന് പറയുന്നത് സ്കൂളുള്ള ദിവസങ്ങളായിരുന്നു. സ്കൂളിൽ ഉള്ള സമയങ്ങളാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
ഇനി അവൻ എന്തുകൊണ്ടാണെന്നും കൂടി പറയുന്നുണ്ട്. घर की कामर तोड़ मेहनत और गेत मजूरी से इतर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता. വീട്ടിലെ കഠിനമായ അധ്വാനങ്ങളുടെയും അച്ഛൻ്റെ കൂടെയുള്ള കൃഷിപ്പണി, അച്ഛനെ കൃഷിപ്പണിയിൽ സഹായിക്കുന്നതിലൂടെ ഇത്തർ ദിൻ കാ എസ ഏകമാത്ര സമയം, വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് അവൻ സ്കൂൾ സമയ ജബ് വഹു ബച്ച ബനാരേജ, അവനൊരു കുട്ടിയായി ജീവിച്ചത് എപ്പോൾ മാത്രമാണ്? സ്കൂളിൽ പോയിരുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അല്ലാത്ത സമയത്തൊക്കെ അവൻ വീട്ടിൽ ഏത് സമയം അവന് പണിയാണ്, ഒന്നുകിൽ വീട്ടിലത്തെ പണികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ കൃഷിപ്പണി, അങ്ങനെ അവനൊരു കുട്ടിയായിട്ട് ജീവിച്ചത് സ്കൂളിൽ പോയിരുന്ന സമയത്ത് മാത്രമായിരുന്നു. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പായിരുന്നു, അതിനോട് വല്ലാത്തൊരു വെറുപ്പായിരുന്നു. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒന്നായിരുന്നു സ്കൂൾ യൂണിഫോം. മേരെ പാസ് ഉസ്സെ ബെഹത്തർ കപ്പടെ തേ. എന്നാൽ എനിക്കതിന് പിന്നെ സ്കൂൾ യൂണിഫോം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, മേരെ പാസ് എൻ്റെ അടുത്ത് ഉസ്സെ ബെഹത്തർ കപ്പ, അതിനേക്കാൾ വില കൂടിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ല വിലയുള്ള വസ്ത്രങ്ങൾ. ജിനെ മേനെ അപ്പിനി പസന്ത് സെ ബഡെ ഷഹരോം കെ ബഡെ ബാസാറോം സെ ഖരീദ. ഞാൻ വലിയ വലിയ പട്ടണങ്ങളിൽ നിന്നും അങ്ങാടികളിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്കൂൾ യൂണിഫോമിനോട് വല്ലാത്തൊരു മടുപ്പായിരുന്നു, വെറുപ്പായിരുന്നു. ലേക്കിൻ മോർപാൽ കെ പാസ് ഏകമാത്ര കമീസ് പാൻറ് കാ നയാ ചോടാ വഹ് നീലി കാക്കി സ്കൂൾ യൂണിഫോം ഹിതി. എന്നാൽ മോർപാലിൻ്റെ അടുത്ത് ആകെ അവന് ഇടാൻ ഈ ഒരു സ്കൂൾ യൂണിഫോം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. അവൻ്റെ കയ്യിൽ ഈ ഒരു സ്കൂൾ യൂണിഫോം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്വാഭാവികത വഹു ഉസഹി ഷാദി മേ പഹൻ കറാത്ത. സ്വാഭാവികമായിട്ട് അവൻ്റെ കയ്യിൽ വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ആ ഡ്രസ്സ് ധരിച്ചിട്ട് എങ്ങോട്ട് വന്നത്? ഷാദി മേ കല്യാണത്തിന് വന്നത്. അല്ലാതെ സ്കൂൾ യൂണിഫോമിനോടുള്ള അതിയായ ഇഷ്ടം കൊണ്ടല്ല അവൻ അതിട്ടത്. അവൻ്റെ കയ്യിൽ ആകെ ഈ സ്കൂൾ യൂണിഫോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ എല്ലാ സമയത്തും ഹമേശ ഈ സ്കൂൾ യൂണിഫോം എന്തിക്കർത്ത, എല്ലാ സമയത്തും സ്കൂൾ യൂണിഫോമിൽ അവൻ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ മോർപാൽ മിഹിർ എന്ന് പറഞ്ഞ് രണ്ട് പിന്നെ പേരുകൾ മനസ്സിലാക്കി വെച്ചിട്ട് എന്താണ് മോർപാൽ ചെയ്തത്, എന്താണ് മിഹിർ ചെയ്യുന്നത്, ആ രണ്ടും വേറെ വേറെ തന്നെ എഴുതിയിട്ട് ഞാൻ അയച്ചു തരണം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ വർക്കുള്ളൂ. ഇപ്പം മോർപാലിൻ്റെയും മിഹിറിൻ്റെയും കുട്ടിക്കാലത്തെക്കുറിച്ച് ടിപ്പണി ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ അത് വേറെ രീതിയിലാണ് എഴുതുന്നത്. മോർപാൽ എന്ന് എഴുതിയിട്ട് മോർപാലിൻ്റെ കാര്യങ്ങൾ എഴുതുക, മിഹിർ എന്ന് എഴുതിയിട്ട് മിഹിറിൻ്റെ കാര്യങ്ങൾ എഴുതുക. അതിങ്ങനെ താഴെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, താങ്ക്സ്.